ഞാൻ ഡോക്ടർ ഗിരിജ, പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻഡോമെട്രിയൽ കാർസിനോമ എന്ന മലിഗ്നൻസിയെക്കുറിച്ചാണ്. സാധാരണ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. മെനോപോസ് അടുക്കുന്ന സമയത്താണ് കൂടുതലായി കാണുന്നത്. ഇത് പലപ്പോഴും പലതരത്തിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇടവിട്ടുള്ള ബ്ലീഡിങ്ങുകളായിട്ടായിരിക്കാം. അധികം പോകണമെന്നില്ല. ചെറിയ ചെറിയ സ്പോട്ടിങ് പല പ്രാവശ്യമായിട്ട് അടുത്തടുത്ത് വരുന്നതായിരിക്കാം. ചിലപ്പോൾ ആർത്തവ സമയത്തുള്ള അധികമായിട്ടുള്ള പോക്കായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോഴാണെങ്കിൽ ദുർഗന്ധമുള്ള ബ്രൗൺ കളറുള്ള വജൈനൽ ഡിസ്ചാർജിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. ഈ എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ചിലരുണ്ട്. ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ. അവർ അമിതമായി ശരീരഭാരമുള്ളവർ, ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഇവർക്കൊക്കെ മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ലക്ഷണം കണ്ടാൽ ഒരു കാരണവശാലും അത് മെനോപോസിൻ്റെ സിംറ്റംസ് ആണെന്നും പറഞ്ഞ് വെറുതെ പരിശോധന നടത്താതിരിക്കരുത്. ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സകൾ ചെയ്യുന്നതിന് ഒരു കാരണവശാലും മടിക്കേണ്ടതില്ല. ഈ തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണേണ്ടതാണ്. ഡോക്ടർ ശാരീരിക പരിശോധനകൾ ചെയ്യും, ക്ലിനിക്കൽ ടെസ്റ്റുകളെല്ലാം ചെയ്യും. അതിനുശേഷം അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ ഈ ബ്ലീഡിങ്ങിന് കാരണമായിട്ടുള്ള തൈറോയിഡ് പോലുള്ള ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ബ്ലീഡിങ് എത്ര കണ്ട് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ്റെ അളവ് തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം ചെയ്യും. ശാരീരിക പരിശോധനകളിലാണെങ്കിൽ യൂട്രസിനോ അണ്ടാശയത്തിലുള്ള മുഴകൾ, ഗർഭപാത്ര മുഖത്തുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൾട്രാസൗണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഇന്നർ സൈഡിലുള്ള മിഡിൽ ലെയർ, ആ ഇന്നർ സൈഡിലുള്ള ലെയറിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ആ എൻഡോമെട്രിയത്തിൽ വരുന്ന ചേഞ്ചസാണ് ഭാവിയിലേക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് നോക്കിയാണ് സ്കാനിങ്ങിൽ ചെയ്യുന്നത്. എൻഡോമെട്രിയൽ തിക്നെസ് ഒരളവിൽ കൂടിയാൽ ബയോപ്സി എടുക്കുന്നതിന് ഡോക്ടർ നിർദ്ദേശിക്കും. ഈ ബയോപ്സി ചെയ്യുമ്പോഴാണ് എൻഡോമെട്രിയത്തിനുള്ള വ്യത്യാസങ്ങൾ, ക്യാൻസർ ഉണ്ടോ, ക്യാൻസർ വരാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ, പലവിധം ഹൈപ്പർപ്ലേസിയകളുണ്ട്. അത് ചില ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന വ്യത്യാസം ക്യാൻസറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉള്ള മാറ്റം ഉണ്ടാക്കുന്നതാണ്. ക്യാൻസർ ഉണ്ടാകുന്നതിന് 5-10 വർഷം മുമ്പ് തന്നെ ഈ വ്യത്യാസങ്ങൾ കാണുന്നതുമാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടർ പറയുന്നതുപോലെ ബയോപ്സി എടുക്കുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ, എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാം. അഥവാ ക്യാൻസർ ആണെങ്കിൽ പോലും ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ 100% ഫലവത്തായിട്ടുള്ള ചികിത്സയും ലഭ്യമാണ്. ഇതെല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ബ്ലീഡിങ് ക്രമക്കേടുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും അത് മെനോപോസിൻ്റെ ലക്ഷണമാണെന്നും പറഞ്ഞിരിക്കാതെ ഡോക്ടറെ സമീപിച്ച് ആവശ്യമുള്ള ചികിത്സാ രീതികൾ നമ്മൾ ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള ടിപ്സ് കിട്ടുവാൻ വേണ്ടി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക.